ചെല്ലേണ്ടവരാണ്. അവിടെ നമ്മളെ സ്വീകരിക്കാൻ തക്കവണ്ണം ഈ മകൻ അവിടെ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി അവിടെ ഒരുങ്ങിയിരിക്കും എന്നുള്ളതായ ആ ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മകന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ മകന്റെ വേർപാട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക്, ഓമല്ലൂർ പള്ളിക്കും ഈ ദേശത്തിനും അത് നഷ്ടമാകുന്നുവെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അതൊരു നഷ്ടമാണ്. തീർച്ചയായിട്ടും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിനിധി എന്നോണം ഞാൻ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടേതായ എല്ലാവിധമായ അനുശോചനവും പ്രാർത്ഥനയും ഈ കുടുംബത്തെ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ വീണ്ടും ഈ പപ്പായ്ക്കും മമ്മിക്കും ഈ സഹോദരിമാർക്കും ഇവർക്ക് ദൈവം തമ്പുരാൻ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഓമല്ലൂർ പള്ളിയെ സംബന്ധിച്ച് ഈ അജുവിൻ്റെ മരണം എല്ലാവർക്കും ആഴമേറിയ ദുഃഖം പ്രദാനം ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ദേവാലയത്തിൽ പതിവായി വരികയും ആരാധനയിലും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിലൊക്കെയും സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഈ മകൻ അപ്രതീക്ഷിതമായി നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഒരു അപ്പനും ഒരു അമ്മയ്ക്കും സ്വന്തം മക്കളുടെ മരണം കാണുക എന്നുള്ളത് ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു സംഗതിയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ യേശുവിന്റെ അമ്മ സ്വന്തം മകൻ ക്രൂസിൽ കിടന്ന് മരിക്കുന്നത് കണ്ട സംഭവം നമുക്കറിയാം. പക്ഷേ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണല്ലോ ഓരോ മരണവും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പത്രം വായിക്കുമ്പോൾ നമ്മൾ മരിക്കുന്ന നമുക്ക് ആകെ നിശ്ചയം. അതുകൊണ്ട് ഈ പ്രിയ മകന്റെ മരണത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിട്ട് വേണം ഇതിനെ കാണുക. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അജുവിന്റെ മാതാപിതാക്കന്മാരുടെ ഉണ്ട്, സഹോദരിമാരുണ്ട്, ഈ സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് യഥാർത്ഥമായ സ്വർഗീയമായ പ്രത്യാശയും ധൈര്യവും കൊടുത്തവരെ നീ ബലപ്പെടുത്തണം. മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസറിന്റെ മരണത്തിൽ ദുഃഖത്തെ ആയിരിക്കുന്ന ആ ഭവനത്തിലേക്ക് യേശു വരാൻ കടന്നു വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. നഷ്ടപ്പെട്ടു പോയ സഹോദരനെ ഓർത്ത് അവിടെ കൂടിയിരുന്ന യഹൂദന്മാരും സഹോദരിമാരും പൊട്ടിക്കരയുക. യേശു ആ സമയത്ത് കണ്ണുനീർ വാർത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിന് ദൈവം തമ്പുരാൻ സ്വർഗീയമായ ധൈര്യവും പ്രത്യാശയും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഈ അപകടത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും ധാരാളം ആളുകൾ ഈ ഭവനത്തിലേക്ക് വന്നു. ഇതിന്റെ പല കാര്യങ്ങളിലും അവർ മുന്നിട്ട് നിന്നു. ആശുപത്രിയുടെ കാര്യം, അതുപോലെ തന്നെ മരണം നടന്ന സ്ഥലത്തെ കാര്യങ്ങൾ, അതുപോലെ ഇന്ന് വരെയും ധാരാളം, പ്രത്യേകിച്ച് ഈ അജു പ്രവർത്തിച്ച ആ പ്രസ്ഥാനത്തിലെ അവരുടെ കൂട്ടുകാര്, ഈ നാട്ടിലുള്ള ആളുകൾ, ഓമല്ലൂർ പള്ളിയിലുള്ള ആളുകൾ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ, അങ്ങനെ ഈ ദിവസങ്ങളിലായി അനേകമായിരം ആളുകൾ ഈ ഭവനത്തിലേക്ക് വന്ന് ഈ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിലേക്ക് പോകുന്നതാണ്. ആ രീതി അനുസരിച്ച് ഇത്രയും ആളുകൾ ഇവിടെ വന്നു. നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയുള്ള ജീവിതത്തിൽ ദൈവമേ ഇവർക്ക് കൂടുതലായ ശക്തിയും പ്രത്യാശയും കൊടുത്ത് ഇവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അനുശോചനം അറിയിച്ച ബഹുമാനപ്പെട്ട സാറിനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ ഗോപ്രാർത്ഥന നടത്തും. അത് കഴിഞ്ഞ് സംസ്കരിക്കുവാൻ വേണ്ടി ഓമല്ലൂർ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവിടെ വെച്ച് സുൽത്താൻ ബത്തേരി ഭദ്രാസനത്ര പോലത്തെ ആയിരിക്കുന്ന വന്ദനായ എപ്പിപ്പാനൂസിയുടെ മുഖ്യ കാരണത്തിൽ സംസ്കാരം നടത്തപ്പെടുന്നതാണെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ ഗോപ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ബോഡി സംസ്കരിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. സമാധാനത്തിന്റെ പ്രത്യാശ ഞങ്ങളുടെ ദൈവമേ, ജീവിതാനുഭവങ്ങളിൽ ഭാരങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും അതിൻ്റെ വേദനകളും ഞങ്ങളെ അലട്ടുമ്പോൾ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഭവങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കാത്തതായ അനുഭവങ്ങളിൽ കൂടിയും ഞങ്ങൾ ഇഷ്ടപ്പെടാത്തതായ നൊമ്പരങ്ങളുടെയും വേദനകളുടെയും അനുഭവങ്ങളിൽ കൂടിയും ഞങ്ങൾ കടന്നു പോകുമ്പോഴും മാനുഷ്യമായിട്ട്
ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതായ ചോദ്യങ്ങൾ ഞങ്ങളുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ ദൈവമേ, ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും പിൻപിൽ ഒരു ദൈവത്തിന്റെ ഉദ്ദേശവും താല്പര്യവും ഉണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ അർപ്പിപ്പാൻ തൊക്കൊന്നും ഇടയാക്കി തീർക്കണമേ. എന്നും ജീവിതത്തിലെ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും ദുഃഖങ്ങളും വേർപാടുകളും അത് ഉളവാക്കുന്നതായ ഭാരങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോഴും നിന്റെ മാർവിൽ ചാരിക്കൊണ്ട് ആശ്വാസം കണ്ടെത്തുവാൻ നീ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതായ നിന്റെ വലിയ കൃപയ്ക്കായിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു ഞങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ദുഃഖത്തിലെ ഭാരത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒട്ടും നനയ്ക്കാത്തതായ സമയത്ത് പ്രിയ ഭവനത്തിൽ ദുഃഖം കടന്നെത്തിയപ്പോൾ ദൈവം നിന്റെ മക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. മാനുഷ്യമായ വാക്കുകൾക്ക് ആശ്വാസം സമാധാനം നൽകുവാനായിട്ട് കഴിയുന്നുമില്ല. എന്നാൽ നീ നൽകുന്നതായ വലിയ ആശ്വാസത്തിലും സമാധാനത്തിലും പ്രത്യാശിപ്പിപ്പാൻ തക്കണം നിന്റെ മക്കളെ നടത്താൽ ആശ്വാസം കണ്ടെത്തുവാൻ വീണ്ടും ഭക്തന്മാരുടെ ദൈവം ജീവാസ്വരമുണർത്തണമേ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി ഞാനവരോടെഴുന്നേറ്റു ഉയരകുന്നി സ്തുതി ചെയ്തിടുന്നു ബാക്കിമോ ശരീരം ഭക്ഷി രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനാവിടാഞ്ഞ ഇന്നും അവൻ ജീവിപ്പാൻ അന്നത്തെട്ടു മരിച്ചതും ഞാൻ എന്നും കാത്ത അന്നരുളിന്നു മഹത്വം മുറിയോറാകി മേലേനു ആധാറേ നിറഞ്ഞിരിക്കുന്നവനെ സൃഷ്ടിപ്പിനെ നിത്യനാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മനുഷ്യൻ മുതിർവനായി മുഖപ്പാത്തിരിക്കുന്ന നിങ്ങളുടെ പരിശുദ്ധനെ നീ ആശ്വസിപ്പിച്ച് കൊണ്ടുപെടുത്തണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിലവരെ നീ പാർപ്പിക്കണമേ. ഒന്നും പരിപാലിക്കുന്നവനും മരിച്ചുവരനുമാക്കുന്നതും വാഴ്ത്തപ്പെട്ടവനാവുന്നത് ശരീരങ്ങളും ആത്മാക്കളും പോലെ ഡസിച്ചു പറയുമാറാകണമേ. ആമീൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവാസം നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ കർത്തദാസന്റെ ആത്മാവിന്റെ മേൽ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെ മേലും നടക്കുവാൻ പോകുന്ന സംസ്കാര ശുശ്രൂഷയും മേൽ എപ്പോഴും നീ കൊണ്ടായിരിക്കുമാറാണമേ. ഇപ്പോൾ അടുത്ത പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ
ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു കുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ ആകുലവേളകളിൽ ആശ്വാസം നൽകിടും താൻ എന്നറിഞ്ഞു നീയും യേശുവെ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിടും താൻ
യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. മനക്ലേശം നേരിടുമ്പോൾ ബലം നിനക്കു നൽകും. ആ വെള്ളി വെളിച്ചം രക്ഷയുമാകയാൽ താമസമെന്നേ നീ വന്നിടുക. ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യം തരണമേ. ഞങ്ങളുടെ കടപ്പെട്ടവളാകുന്നു, നിന്റെ പരിശുദ്ധമായ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമേ പ്രാർത്ഥനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തിനാണ് അപേക്ഷിക്കണമേ. താൽക്കാലികമായ ജീവിതത്തിൽ ഇപ്പോൾ വേർപെട്ട് വർദ്ധലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവോ ഞാൻ വിസ്മൃതനായ പാട്ടോത്രം പോലായി ആലോചിക്കുന്നത് കേട്ടേ ഞാനെടുക്കാനവരത്തോ ും